ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 19 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. 2026 ഓണം ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഓണ സമ്മാനം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതായത് ഇനി നമ്മുടെ മുന്നിലുള്ളത് നിരവധി PSC എക്സാമുകളാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ റാങ്ക് ഫെയിലുകൾ ഉറപ്പായും ആവശ്യമാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫെയിൽ, നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ ഇനി വരുന്ന VFA ആയിക്കോട്ടെ, അതേപോലെയുള്ള മറ്റ് എക്സാമുകളായിക്കോട്ടെ, ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, ഇനി വരുന്ന മെയിൻസ് എല്ലാ എക്സാമുകൾക്കും, മെയിനായിട്ട് വരുന്ന എക്സാമുകൾക്ക് എല്ലാം വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിലുകൾ നിങ്ങൾക്ക് ഏറ്റവും അധികം വിലക്കുറവിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അതായത് ഈ ഒരു ഓണം ഓഫറിലൂടെ നിങ്ങൾക്ക് 50% വരെ ഓഫറിൽ ഇപ്പോൾ ഈ ഒരു ബുക്കൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. റാങ്ക് ഫെയിലുകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടാലന്റിന്റെ പഠിപ്പോണം പൊന്നോണം മെഗാ ഓഫർ ആരംഭിച്ചിട്ട് 2 ദിവസമായി. ഈ ഒരു മാസം, അതായത് ഓഗസ്റ്റ് 31 വരെയാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റാങ്ക് ഫെയിൽ ഏതാണെന്ന് വെച്ചാൽ വാങ്ങുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഓഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7593985757 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കുക. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓഫറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ബുക്കുകളും, ഏത് ബുക്ക് ആയിക്കോട്ടെ, ഏത് റാങ്ക് ഫയൽ ആയിക്കോട്ടെ, എല്ലാത്തിനും 50% വരെയാണ് ഓഫർ ലഭ്യമാവുന്നത്. ഓഗസ്റ്റ് 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ സ്വന്തമാക്കൂ. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റ് ഇതാണ്: 2026 ഓഗസ്റ്റിൽ ഓണററി ജനറൽ ഓഫ് നേപ്പാളി ആർമി പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കരസേനാ മേധാവി ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ധീരജ് സേത്ത് ആണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ധീരജ് സേത്തിനാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്ത് നിന്നാണ്? നേപ്പാളിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓണററി ജനറൽ ഓഫ് നേപ്പാളി ആർമി പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ കരസേനാ മേധാവിയാണ് നമ്മൾ നോക്കിയത്. ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, ധീരജ് സേത്ത് ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് നേപ്പാളിൽ നിന്നുള്ള ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നേപ്പാളിന്റെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നേപ്പാളിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അത് രാംചന്ദ്ര പൗഡലാണ്. ആരാണ്? രാംചന്ദ്ര പൗഡലാണ് നേപ്പാളിന്റെ പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ഒരു ബഹുമതി നൽകി ആദരിക്കപ്പെട്ട കാര്യമാണ്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യൻ കരസേനയുടെ മേധാവിയായിട്ടുള്ള ധീരജ് സേത്തിനാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്. നേപ്പാളിൽ നിന്നുള്ളതാണ്. ഓണററി ജനറൽ ഓഫ് നേപ്പാളി ആർമി പദവിയാണ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു നേപ്പാളിന്റെ പ്രസിഡന്റ് ആരാന്ന് നമ്മൾ പറഞ്ഞു, രാംചന്ദ്ര പൗഡലാണ്. അദ്ദേഹമാണ് ഈ ഒരു പുരസ്കാരം, അല്ലെങ്കിൽ ഈ ഒരു ബഹുമതി ആർക്ക് നൽകിയിരിക്കുന്നത്? ധീരജ് സേത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ഇനിയുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി നല്ലതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പദ്ധതിയുടെ പേര് ഇതാണ്, കൃഷി സഖി. കൃഷി സഖി എന്നുള്ള പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ കൃഷി സഖി എന്നുള്ള പദ്ധതിയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അതേപോലെ തന്നെ ഇവിടെ സഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വനിത അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള അർത്ഥവും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൃഷി സഖി എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കൃഷി സഖി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീകളെ ഈ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. മാത്രമല്ല മറ്റു പരിശീലനവും ഒക്കെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പദ്ധതി ഏതാന്ന് പറഞ്ഞു? കൃഷി സഖി എന്നുള്ള പദ്ധതിയാണ്. ഇനി 2026 ഒരു പ്രത്യേകതയുണ്ട്. 2026 വർഷത്തെ നമ്മൾ എന്ത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ് നമ്മൾ 2026 ആചരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് കൃഷി സഖി എന്നുള്ള പദ്ധതി കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർഷിക വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടി സിദ്ദിഖാണ്. ആരാണ്? ടി സിദ്ദിഖാണ് ഈ ഒരു കാർഷിക വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് നമ്മൾ കോഡ് വെച്ചൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചതാണ്. സന്ദേശം സിനിമയിൽ സിദ്ദിഖാണ് ഒരു കൃഷി ഓഫീസറായിട്ട് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ടി സിദ്ദിഖാണ് കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പദ്ധതി ഏതാണ്? കൃഷി സഖി എന്നുള്ള പദ്ധതിയാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്: മുതിർന്ന പൗരരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ, ആവശ്യമെങ്കിൽ മക്കളെ സ്വത്തിൽ നിന്നും ഒഴിവാക്കാൻ വയോജന ട്രൈബ്യൂണലുകൾ
വ്യക്തികൾക്ക് അധികാരമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് നോക്കുന്നത്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണെന്നാണ് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മുതിർന്ന പൗരരുടെയും അതേപോലെ മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ അവർക്ക് എന്താണ് മക്കളെ സ്വത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് വയോജന ട്രൈബ്യൂണലുകൾക്ക് അധികാരമുണ്ടെന്നാണ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനുണ്ടായ കേസ് ഏതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഉത്തർപ്രദേശിലെ 81 വയസ്സുള്ള തന്റെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മകൻ രവികാന്ത് ഗുപ്ത നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ്, അദ്ദേഹത്തിന്റെ മകന് എതിരെ നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വിധി, ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടുവന്നിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യത്തെ വെർച്വൽ മൃഗശാല ആരംഭിച്ചത് എവിടെയെന്നാണ് നോക്കുന്നത്. എവിടെയാണ്? ഇൻഡോറിലാണ് കേട്ടോ. എവിടെയാണ്? ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർച്വൽ സൂ അല്ലെങ്കിൽ വെർച്വൽ മൃഗശാല വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു മൃഗശാലയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു വെർച്വൽ മൃഗശാലയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത്? ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും അതേപോലെ തന്നെ വെർച്വൽ ജംഗിൾ സഫാരിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു മൃഗശാല ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്. മോഹൻ യാദവ് ആണ്. ആരാണ്? മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഈ ഒരു വെർച്വൽ മൃഗശാല ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർച്വൽ മൃഗശാല, വെർച്വൽ സൂ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡോറിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. ടീസ്റ്റ ബാരേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? പശ്ചിമ ബംഗാളിലാണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്താണ്? ടീസ്റ്റ ബാരേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമ്മളിപ്പോൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടീസ്റ്റ ബാരേജ് പ്രൊജക്ട് അതിൻ്റെ പുനഃസ്ഥാപനവും അതേപോലെ തന്നെ അതിൻ്റെ ഭാവി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഈ ഒരു ടീസ്റ്റ ബാരേജ് പ്രൊജക്ടിന്റെ പുനഃസംഘാടനവും അതേപോലെ പുനഃസ്ഥാപനവും ഭാവി മാനേജ്മെന്റും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഓർത്ത് വെക്കുക, ഈ ഒരു ടീസ്റ്റ നദിക്കായിട്ടുള്ള ബംഗ്ലാദേശിന്റെ പദ്ധതികളിൽ എന്താണ്? ചൈന കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമിതി എന്താണ്? നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഭാവി മാനേജ്മെന്റും അതേപോലെ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അതിന്റെ ഒരു ആഘാതം ഈ ഒരു ബാരേജിൽ എങ്ങനെയായിരിക്കും, പ്രൊജക്റ്റിൽ എങ്ങനെയായിരിക്കും, ഇനി അവിടെയുള്ള ആ ഒരു നദീതടത്തിലുള്ള ജലത്തിന്റെ ലഭ്യത, ആ ഒരു ജല മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഉന്നതാധികാര സമിതി പരിശോധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു പോയിന്റ് എന്താണ്? ഈ ഒരു ടീസ്റ്റ എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? നമുക്കറിയാം, ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് എന്താണ്? ടീസ്റ്റ എന്ന് പറയുന്ന നദി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്ന നദി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ടീസ്റ്റ ബാരേജ് പ്രൊജക്ട് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാവി മാനേജ്മെന്റും അതേപോലെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. ഫ്രാൻസിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് ഭരണഘടനാ കൗൺസിൽ റദ്ദാക്കി എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. എന്താണ്? ഫ്രാൻസിൽ ഇതേപോലെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് എന്നുള്ള കാര്യം, ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വിലക്ക് എന്താണ്? അത് റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഭരണഘടനാ കൗൺസിലാണ് ഈ ഒരു വിലക്ക് റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്കറിയാം, ഇമ്മാനുവൽ മാക്രോൺ ആണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു ഈ ഒരു ഫ്രാൻസിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് എന്നുള്ള കാര്യം. ആ ഒരു കാര്യമാണ് ഭരണഘടനാ കൗൺസിൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റദ്ദാക്കാനുള്ള കാരണമായിട്ട് അവിടെ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള
അടക്കമുള്ള ആ ഒരു ലംഘനം അവിടെ സംഭവിക്കും എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എന്താണ് ഈ ഒരു വിലക്ക് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വിലക്ക് എന്താണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. ഫ്രാൻസിൽ ആ ഒരു 15 വയസ്സിൽ താഴെ ഉള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് എന്താണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അവിടുത്തെ ഭരണഘടനാ കൗൺസിലാണ് ഇത് റദ്ദാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. അടുത്തിടെ സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ ഒരു സസ്യമുണ്ട്. അപ്പോൾ ആ ഒരു സസ്യത്തിന്റെ പേരെന്താണെന്ന് നമുക്ക് പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കാം. ലാഗനാന്ദ്ര ഡൊമിനിസി. എന്താണ്? ലാഗനാന്ദ്ര ഡൊമിനിസി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്നുമാണ് എന്താണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞു? പേരെന്താണ്? ലാഗനാന്ദ്ര ഡൊമിനിസി എന്നാണ് ഈ ഒരു സസ്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ്. എന്താണ്? മൈത്രി 2026 വേദി എവിടെയെന്ന് നോട്ട് ചെയ്ത് വെക്കുക. തായ്ലൻഡ് ആണ്. തായ്ലൻഡിൽ വെച്ചിട്ടാണ് മൈത്രി 2026 എന്നുള്ള ഈ ഒരു അഭ്യാസം നടക്കുന്നത്. അപ്പോൾ 2026 മൈത്രി അഭ്യാസത്തിന്റെ 15ാമത് പതിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 15ാമത് പതിപ്പാണ് 2026 നടക്കുന്നത്. എന്താണ്? മൈത്രി എന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. അപ്പോൾ വേദി എവിടെയാണെന്ന് പറഞ്ഞു? തായ്ലൻഡ് ആണ് വേദിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ്? തായ്ലൻഡ് ഉണ്ട്. തായ്ലൻഡും അതേപോലെ തന്നെ ഇന്ത്യയും ചേർന്നിട്ട് നടത്തുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി എന്ന് പറയുന്നത്. 2026 ഇതിന്റെ 15ാമത് പതിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 15ാമത് മൈത്രി എക്സസൈസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? തായ്ലൻഡിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യൂറോപ്യൻ അത്ലറ്റ്സ് ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് നോക്കുന്നത്? അർമാൻഡ് ഡുപ്ലന്റീസ് ആണ്. ആരാണ്? അർമാൻഡ് ഡുപ്ലന്റീസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? യൂറോപ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2026 പുരുഷ പോൾ വാൾട്ടിൽ പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡലാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പോൾ അർമാൻഡ് ഡുപ്ലന്റീസ് പോൾ വാൾട്ട് താരമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു യൂറോപ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2026 നിരവധി ഇവന്റുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയ കാര്യം, അർമാൻഡ് ഡുപ്ലന്റീസിന്റെ കാര്യം എടുത്ത് പഠിക്കണമെന്ന് പറയുന്നത്? അദ്ദേഹം തുടർച്ചയായി നാലാം തവണയാണ് ഈ ഒരു ഇവന്റിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. തുടർച്ചയായി 4ാം തവണയാണ് അർമാൻഡ് ഡുപ്ലന്റീസ് യൂറോപ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2026 ഈ ഒരു ഇവന്റിൽ പുരുഷ പോൾ വാൾട്ടിൽ അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി എന്നുള്ള കാര്യം പറഞ്ഞു. 6.15 മീറ്റർ ചാടിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്വർണം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തുടർച്ചയായി 4ാം തവണയാണ് പുരുഷ പോൾ വാൾട്ടിൽ അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടുന്നത്. ആരാണെന്ന് പറഞ്ഞു? അർമാൻഡ് ഡുപ്ലന്റീസ് ആണ്. 2026 നടന്നിട്ടുള്ള ഈ ഒരു യൂറോപ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച അമേരിക്കൻ നടിയും ഗായികയുമായ വ്യക്തി ആരെന്നാണ് നോക്കുന്നത്? ഹൈഡൻ പനറ്റീറേ ആണ്. ആരാണ്? ഹൈഡൻ പനറ്റീറേ ആണ് 2026 ഓഗസ്റ്റിൽ അന്തരിച്ച അമേരിക്കൻ നടിയും അതേപോലെ ഗായികയുമായിട്ടുള്ള വ്യക്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ അന്തരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡൻ പനറ്റീറേ ആണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു വിയോഗം കൂടി ചർച്ച ചെയ്യുകയാണ്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ ചരിത്രകാരൻ ആരെന്നാണ് നോക്കുന്നത്? സുമിത് സർക്കാർ ആണ്. ആരാണ്? സുമിത് സർക്കാർ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2026 ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു? അദ്ദേഹം ഒരു ഇന്ത്യൻ ചരിത്രകാരനാണ്. ആരാണ്? സുമിത് സർക്കാർ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മോഡേൺ ഇന്ത്യ 1885 to 1947, അതേപോലെ ദി സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ, മറ്റൊരു പുസ്തകമാണ് റൈറ്റിംഗ് സോഷ്യൽ ഹിസ്റ്ററി എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഓക്കെ, അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത്. ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ചരിത്രകാരനായിട്ടുള്ള സുമിത് സർക്കാരാണ്. അപ്പോൾ ടാലന്റിന്റെ പഠിപ്പോണം പൊന്നോണം ഓഫർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിട്ടുപോകരുത്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 50% വരെയാണ് ബുക്കുകൾക്കും റാങ്ക് ഫെയിലുകൾക്കും ഓഫർ ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓഗസ്റ്റ് 31 വരെയാണ് ഈ ഒരു ഓഫർ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ബുക്കുകളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക്
ആവശ്യമുള്ള ബുക്കുകൾ ഈ ഒരു ഓഫറിൽ തന്നെ സ്വന്തമാക്കിക്കോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഓഗസ്റ്റിൽ ഓണററി ജനറൽ ഓഫ് നേപ്പാളി ആർമി പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കരസേന മേധാവി ആരെന്നാണ് നമ്മൾ നോക്കിയത്. ധീരജ് സേത്താണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നേപ്പാളിൽ നിന്നുള്ള ഈ ഒരു ബഹുമതി ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കിയത്. കൃഷി സഖി എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ എന്താണ് കൃഷി സഖി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം വനിതാ കർഷകരെ എന്താണ് കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൃഷിയിലേക്ക് സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ അവരുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പന്ന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താണ് കൃഷി സഖി എന്നുള്ള പദ്ധതി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സുപ്രീം കോടതിയുടെ ഒരു വിധിയായിരുന്നു. എന്താണ് മുതിർന്ന പൗരരുടെയും അതേപോലെ മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ മക്കളെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ വയോജന ട്രൈബ്യൂണലുകൾക്ക് അധികാരമുണ്ട് എന്നുള്ള വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർച്വൽ മൃഗശാല ആരംഭിച്ചത് എവിടെയെന്നാണ്. ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ആദ്യത്തെ വെർച്വൽ മൃഗശാലയാണ്, വെർച്വൽ സൂ ആണ് നിലവിൽ വന്നിരിക്കുന്നത്. എവിടെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടീസ്റ്റ ബാരേജ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. പശ്ചിമ ബംഗാളിലാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പുനഃസ്ഥാപനവും അതേപോലെ ഭാവി മാനേജ്മെന്റുമായി ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കുകയാണ്. ഇനി ടീസ്റ്റ എന്ന് പറയുന്ന നദി എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് നോക്കിയത് എന്താണ്? ഫ്രാൻസിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് ഭരണഘടനാ കൗൺസിൽ റദ്ദാക്കി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ വിലക്ക് എന്ന് പറയുന്നത്. അതെന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണ് എന്ന രീതിയിൽ വിലക്ക് മാറ്റിയിരിക്കുകയാണ്, ആ ഒരു വിലക്ക് റദ്ദാക്കിയിരിക്കുകയാണ് അവിടെയുള്ള ഭരണഘടനാ കൗൺസിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്? ഒരു സസ്യത്തെ കണ്ടെത്തിയ കാര്യമാണ്. ലാഗനാന്ദ്ര ഡൊമിനിസി എന്നുള്ള ഒരു പുതിയ സസ്യത്തെയാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്നുമാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു വേദിയായിരുന്നു. എന്താണ്? മൈത്രി 2026 വേദി എവിടെയാണ്? തായ്ലൻഡാണ്. 2026 മൈത്രി സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 15ാമത് പതിപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയും തായ്ലൻഡും ചേർന്നിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്നാണ് മൈത്രി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് യൂറോപ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്ന് നോക്കി. അർമാൻഡ് ഡുപ്ലന്റീസ് ആണ്. അപ്പോൾ അദ്ദേഹം 6.15 മീറ്റർ ചാടിക്കൊണ്ടാണ് ഈ ഒരു സ്വർണ്ണം നേടിയത്. തുടർച്ചയായി 4ാം തവണയാണ് അദ്ദേഹം ഈ ഒരു ഇവന്റിൽ സ്വർണം കരസ്ഥമാക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിയോഗമായിരുന്നു. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച അമേരിക്കൻ നടിയും അതേപോലെ ഗായികയുമായ വ്യക്തി ആണ് നമ്മൾ ആദ്യം നോക്കിയത്. എന്താണ്? ഹൈഡൻ പനറ്റേറെ ആണ്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച അമേരിക്കൻ നടിയും അതേപോലെ ഗായികയുമായിട്ടുള്ള വ്യക്തി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ ചരിത്രകാരൻ ആരെന്നാണ്. സുമിത് സർക്കാർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. മോഡേൺ ഇന്ത്യ, അതേപോലെ റൈറ്റിംഗ്, സോഷ്യൽ ഹിസ്റ്ററി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിന്റെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് ആരെന്നാണ്. ഓപ്ഷൻ എ കൗശികൻ, ഓപ്ഷൻ ബി മൃത്യുഞ്ജയ് കുമാർ നാരായൺ, ഓപ്ഷൻ സി ഡോക്ടർ ഡി സജിത് ബാബു, ഓപ്ഷൻ ഡി എ ഷാജഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം എത്ര രൂപയായി വർദ്ധിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 800, ഓപ്ഷൻ ഡി 1500. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദ ഫസ്റ്റ് സീസൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വീരൻ ഡി സിൽവയാണ് ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഡൽഹി സർക്കാർ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്കായി ആരംഭിച്ച വിദ്യാവാഹിനി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സൗജന്യ സൈക്കിൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ നോക്കിയ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.